In the name of the Father, and of the Son, and of the Holy Spirit. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ഇന്നത്തെ ഈ ദിവസം അവിടുന്ന് ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ്സും ഈ സെഷനും അവിടുന്ന് തൃപ്തികരം ആ രീതിയിൽ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവമേ, അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും അവിടുന്ന് തുറന്നു തരികയും ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ദാസനെ തന്നെ തിരുവൻപാകെ സമർപ്പിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും വചനങ്ങളും എല്ലാം ദൈവതിരുനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ക്രമീകരിച്ചു കൊള്ളണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. Hello children, it's great to see you. I thank your church vicar and all the Sunday school committee and the VBS committee members for this opportunity to speak to you. Today's lesson talks about how we should not be dismayed and should just trust in God. Our base verse is Joshua 1:19 and I am just going to read it for you. നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ നോക്കുക. Have I not commanded you? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ലയോ? Be strong and courageous. ശക്തരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. Do not be frightened and do not be dismayed. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകരുത്. For the Lord your God is with you wherever you go. നിങ്ങൾ എവിടെ ചെന്നാലും ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഓർപ്പിക്കുന്ന മനോഹരമായ വേദവാക്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം ഉപയോഗിക്കുന്നത്. We live in a world where people make a living out of making others scared, putting fear into their minds. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിലൂടെ സ്വന്തം ജീവിതത്തിൽ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് നമ്മൾ. പക്ഷേ ഭയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെ മറികടക്കുവാനായിട്ട് സാധിക്കണം. ഇപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. മോശയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലത്തിൻ്റെ വക്ക് വരെ എത്താൻ പറ്റുകയുള്ളൂ. അതിനുശേഷം യോശുവയോട്, ഗോഡ് ടെൽസ് യോശുവയോടാണ് പറയുന്നത്, എൻ്റെ വാഗ്ദാനം നിർവഹിക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, ഒരു നാളും ഭയപ്പെടരുത്. എന്നിൽ വിശ്വസിച്ച് ധൈര്യമായിട്ട് വാഗ്ദാന നാട്ടിലേക്ക് നിങ്ങൾ പോവുക. ഗോ ടു ദ പ്രോമിസ്ഡ് ലാൻഡ് ജസ്റ്റ് ആസ് ഐ ഹാവ് പ്രോമിസ്ഡ് യു. ഐ ആം വിത്ത് യു ആൻഡ് ദെയർഫോർ ദർ ഇസ് നത്തിങ് ടു ഫിയർ. ദർ ഇസ് നത്തിങ് ടു ബി സ്കേർഡ് അബൌട്ട്. Figures say that at least 50% of children at some point of time in their life have had a deep experience of fear. എന്തോ ഭയപ്പെടുന്നതിൻ്റേതായത് 50% അല്ലായിരിക്കാം, ഇതിൽ വളരെ കൂടുതലായിരിക്കാം ഒരു പക്ഷേ കണക്കുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. People say that this is largely because of the culture that we live in, because of the families that we have, because of the way parents treat their children and because of the way children are looking up to their parents. എല്ലാം ഇതിനൊരു കാരണമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ സഭകൾ എല്ലാം ഒന്നിച്ച് കൂടുമ്പോൾ ഭയത്തിൻ്റേതായ ഒരു അന്തരീക്ഷം ഉളവാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്കൊന്ന് തിരിച്ചു പോവുകയാണ്. I was also like you. I was born and brought up in Kuwait. And therefore I see this opportunity as a great opportunity to speak to diaspora kids like you. I feel very connected with you, and yet now my life has taken me in different directions. So it's a time of coming back to my roots also in one way. ഞാൻ 10ാം വയസ്സിലാണ്
കേരളത്തിലേക്ക് കുവൈറ്റിൽ നിന്ന് വരുന്നത്. ഏകദേശം ആ സമയം മുതൽ ഇന്ന് വരെയും ഇന്ത്യയുടെ പല ഭാഗത്ത്, അതിൽ കൂടുതൽ സമയം കേരളത്തിലാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. I remember an incident from my childhood. I was about 10-11 years old. I had a few friends here. I came back. I started making a lot of friends in Kerala. I loved it. അവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടൊരു ലൈഫ്. ഇവിടെ വന്നപ്പം വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ്. അവിടെ കളിക്കാൻ അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ മുഴുവൻ റോഡും കണ്ടവും സ്റ്റേഡിയവും എല്ലാം നമ്മുടെ കളിക്കളങ്ങളായി മാറി. ഭയങ്കരമായിട്ട് ഫ്രീഡം ലഭിച്ച ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് റെയിൽവേ പാളത്തിലൂടെ നടന്നു പോവുകയാണ്. I was walking on the railway tracks with my friends. In between we had to cross a railway overbridge to get onto the other side. It's a very short bridge. It's not that it was so long. അവിടെ എത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഫ്രീസായിപ്പോയി. I could not walk anymore. I could not go forward anymore because I felt that suddenly a fear had come inside me. And this fear made me look down. And as I looked down, even though it was not so high, it was not that I would die if I fell, I was very scared and I could not take one step and put it forward because I thought something is going to happen to me. Finally, my friend on the other side of the bridge came, held my hand and took me step by step onto the other side of the overbridge. ഓരോ ചുവടും എന്നെ എടുപ്പിച്ച് മറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോയ എൻ്റെ കൂട്ടുകാരനാണ് ആ സമയത്ത് എൻ്റെ ഉള്ളിലെ ഭയം മറികടക്കുവാനായിട്ട് എന്നെ സഹായിച്ചത് എന്ന് ഓർക്കണം. There is an altar boy of mine and some other altar boy scared him and said, there is a ghost near the church. പള്ളിയുടെ അടുത്തൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷക്കാരനെ പയ്യനെ പേടിപ്പിച്ചു. ഒരു ദിവസം ഈ പള്ളി മുറിക്കകത്തിരുന്ന് ചെറിയ മീറ്റിംഗ് കൂടിയപ്പോൾ ഈ പയ്യനും അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു ഷാഡോ കണ്ടപ്പോൾ അവൻ ഭയന്നിട്ട് പറഞ്ഞു, അയ്യോ ആരോ അവിടെ നടന്നു പോയത്. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ കതക് തുറന്ന് നോക്ക്. പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് തുറന്നു നോക്കാൻ വയ്യ, പേടിയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഇവിടെ, വി ആർ ഓൾ ഹിയർ വിത്ത് യു, ഗോ ആൻഡ് ഓപ്പൺ ദ ഡോർ. അദ്ദേഹം പോയി ഡോറ് തുറന്നു നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടോ? പറഞ്ഞില്ല, ആരും നിൽപ്പില്ല. ഭൂതം ഉണ്ടെങ്കിൽ അകത്തേക്ക് വിളിച്ചേര്, നമ്മുടെ കൂടെ ഇരുത്താവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞു. ആരുമില്ലെങ്കിൽ നീ ആ കതക് അടച്ച് വളരെ ധൈര്യത്തോടെ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. After that, he kind of got over that fear which had overcome him and kept telling him that there is a ghost somewhere near the church. We all have ghosts inside us. I'm just going to very shortly say 3 things about the topic that we are dealing with today for VBS. Number 1, God is with you. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ പരീക്ഷണം കൂടിയാണ്. We can talk about our faith and we can say that this is our faith when our faith is tested. If our faith is never tested, it is no faith at all. Therefore, we must understand and we must look at iron and we must see how iron is put into the fire and beaten into shape. It's molded into shape. കണ്ടാൽ നമുക്ക് സങ്കടം വരും. കാരണം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാധനത്തെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീക്കകത്തോട്ടിട്ട് കനലിനകത്തോട്ടിട്ടിട്ട് അടിച്ച് എന്തിനാണ്? അതിന് ഒരു രൂപം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും അടി അത് കൊള്ളുന്നുണ്ടെങ്കിലും അവസാനം അതിന് രൂപം കിട്ടുകയാണ്. We must also see how we actually use the censer in church. We use the censer in church by burning what is called as coal. കരി, ചിരട്ട കരിയാണിത്. ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് തീക്കകത്തോട്ടിടുമ്പോഴാണ് ഇത് കത്തി തുടങ്ങുന്നത്. ഇത് കത്തി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇത് ധൂപക്കുറ്റിയിലേക്ക് ഇടുന്നത്. ഇത് ധൂപക്കുറ്റിയിൽ ഇട്ടതിന് ശേഷമാണ് കുന്തിരിക്കം ഇട്ട് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവത്തെ നാം മഹത്വപ്പെടുന്നത്. See, it's already burnt. It's already burning. And this is what is being put into the censer, and the censer is waved after putting incense upon these burning coals.
signifying the glory that we are giving to the Father and to the Son and to the Holy Spirit. So see, everything is tested. Everything is brought to test. Our faith is tested, and this is what we must understand. The people who love us sometimes are also the people who hurt us more because they want the best to come out of us. എത്ര നന്നായിട്ട് പഠിച്ചാലും എത്ര നല്ല മാർക്ക് വാങ്ങിച്ചാലും, ഇൻസിഡൻറ്റ് ഇൻ ദ 12th സ്റ്റാൻഡേർഡ് CBSE റിസൾട്ട്സ് were just published now recently. എത്രയൊക്കെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മതിയാകില്ല. കാരണം കൂടുതൽ അവരുടെ കുഞ്ഞുങ്ങൾ എക്സൽ ചെയ്യണം, അവർക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ നോക്കുമ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഞങ്ങളോടൊരു ഇറ്റ സ്നേഹം പോലും കാണിക്കുന്നില്ലല്ലോ എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയെന്നും വരാം. So just understand that God is with us, but that does not mean that we will never be tested. If God is with you and with me, that means we will be tested more and more, because we are being beaten into shape day after day for that final product, which is God's product, which will be perfect in His eyes. രണ്ടാമതായിട്ട്, God has plans for us. നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതായ കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അധികാരത്തെ, ദൈവത്തിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തെ ഒരിക്കലും താഴ്ത്തി കാണുവാനായിട്ട് നമുക്ക് സാധിക്കരുത്. See, when we get into a church, you must bow down before the cross, because the cross signifies God in the form of Jesus Christ, who was sent by the Father to this earth to be born here, to live here, to undergo hardship here, to be crucified, to die, and then to rise from the dead. And whenever we look at this cross, it must signify this to us, and we must humble ourselves before the cross. We must humble ourselves before the altar, because we are humbling ourselves before God, and we are telling God, yes, I know you have plans for me. Please tell me what to do. But for this we need to focus, dear friends, on God and God only. ദൈവത്തെ എപ്പോഴും നോക്കി കണ്ട് ദൈവം എന്താണ് നമ്മളോട് പറയുന്നതെന്ന ഉത്തമമായ ബോധ്യം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ശക്തരായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നത്. എല്ലാ ഭയവും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രതിസന്ധിയും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തുന്നില്ല, നമ്മുടെ ചുറ്റിനുമുള്ളവരെ പുകഴ്ത്തുന്നില്ല, ദൈവത്തെ മാത്രം പുകഴ്ത്തി മുന്നോട്ട് പോവുകയാണ്. This is something that we need to understand. We need to let go of everything around us. We need to let go of the fears around us. We need to let go of whatever scares us, because God has a plan for you and for me. When I was young, I used to play a lot of cricket. Not only cricket, I used to play a lot of games. ഇപ്പോൾ ഞാൻ എല്ലാം നിർത്തി, തൂപ്പും തുടപ്പും ഒക്കെ ആയിട്ട് മാത്രം. അതാണ് എൻ്റെ ഗെയിംസ് ഇപ്പോഴത്തെ. So when I remember on a Saturday, I played cricket, and when I caught the ball, I did not hold my hands well. Maybe one of the thumbs were on this side or that side. And when I caught the ball, my right thumb got injured. There was slight, I don't think there was a swelling, but there was slight pain. So after church on Sunday, my father took me to a doctor. So the doctor kind of looked at my thumb. എന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ ചെയ്തേ? ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. സോ he was trying to see how much I am actually holding my thumb, how much pressure I am putting to my thumb, how much opposition I am giving him as he is trying to work with my thumb. എന്നോട് എന്നിട്ട് ചോദിച്ചു, ഇന്നലെ എത്ര റൺ അടിച്ചു? ഞാൻ പെട്ടെന്ന് അങ്ങ് റിലാക്സ്ഡായി. അപ്പോൾ ഞാൻ ഇന്നലത്തെ കളിയുടെ അങ്ങോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാനൊരു 26 റണ്ണ് അടിച്ചു. 26 റണ്ണൊക്കെ അന്നത്തെ കാലത്ത് ഒത്തിരി റണ്ണാണ്. ഇന്നൊന്നും ഒന്നുമില്ലെങ്കിലും അന്നത്തെ കാലത്ത് അത് ഒത്തിരി വലിയ റൺസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 26 റണ്ണൊക്കെ അടിച്ചു എന്ന് നോക്കി എന്നെ. അപ്പോൾ ഞാൻ ആ 26 റണ്ണിലേക്കും ഇന്നലെ ആ ഓട്ടത്തിലേക്കും ആ ക്രിക്കറ്റിലേക്കെല്ലാം പോയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് ടക്ക് എന്ന് വെച്ചാൽ അയ്യോ എന്ന് ഞാൻ വെച്ചു. But after that, my thumb was okay. Why?
because he had led me to believe that I should release this tension that I have here. The focus I was giving on my thumb and the way I was holding it like this, preventing him from acting with this thumb. This is what we are doing when God has plans for us. God has plans for us. God wants us to go this way. God wants us to go that way. Wants us to go this way. ഇതെല്ലാം ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? വേദനയുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് വിടാൻ നമുക്ക് മനസ്സില്ല. കാരണം ഇത് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും വേദന വരുമെന്നുള്ളൊരു ചിന്തയാണ്. ഇതൊന്ന് വിട്ടു നോക്കിക്കേ, ഇതൊന്ന് ഈസിയാക്കി നോക്കിക്കേ, ഇതൊന്ന് ലൂസാക്കി നോക്കിക്കേ. ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. Thirdly and finally, we should see how God wants to prosper us, or does God want us to prosper? നമ്മൾ നല്ലതായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായിട്ട് യൗസേപ്പിൻ്റെ ഒരു കഥ നോക്കിയാൽ മതി. We should look at the story of Joseph and his brothers. Joseph was the 11th child out of 12 children that Jacob had. For whatever reasons, the other siblings, out of the 12, not all the 12, but the majority of the other siblings, were jealous about Joseph because Jacob felt very close to Joseph, and Jacob gave Joseph a very special garment. അപ്പോൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് ആദരിക്കുന്നു, അദ്ദേഹത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഈ സഹോദരങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. എന്നിട്ട് ഒരു കച്ചവടക്കാർക്ക് അദ്ദേഹത്തെ വിറ്റു. അവർ മിസ്രൈമിലേക്ക്, they were going to Egypt, and they sold this guy to them. Did Joseph give up? Did Joseph say that, oh, my life is lost, I don't have my family anymore, I don't have my siblings anymore, I'm in a place that I don't know, I am a stranger in an alien land? No, that is not what Joseph said. Joseph climbed each step that God had in place for him. He was first helping Potiphar, and after that he was jailed, and then he could come up by deciphering and saying what the dream of Pharaoh was, and he finally predicted and said, this land is going to have 7 years of prosperity and 7 years of famine. No one could believe it, but this is what Joseph said. And when he said that, he started preparing this land, Egypt, for the famine. And he became someone that no one could even think of. And his family themselves, they come back to him. I'm going to stop with a story. All of us have eaten KFC at some point of time. എനിക്ക് കൊച്ചിലെ ഇത് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇതിൻ്റെ കൂടെ ഏതാണ്ട് ബക്കറ്റോ ഏതാണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേഴ്സ് പോലത്തെ സാധനം കിട്ടുമായിരുന്നു. അതിനകത്ത് പെൻസില്, റബ്ബർ, ഷാർപ്നർ ഇതൊക്കെ വെക്കുമായിരുന്നു. ഈ കൊച്ചു കാലത്ത് നമുക്കിതൊക്കെ വലിയ കാര്യമാണ്. വലുതാകുമ്പോൾ ഇതൊക്കെ മാറുമെങ്കിലും കൊച്ചിലെ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു ഇത്. അപ്പോൾ ഇതൊന്നും കിട്ടുക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കിട്ടി. ഞാനിപ്പോഴും ഓർക്കുന്നൊരിതാണ്. എന്നാൽ KFCയുടെ തുടക്കമെന്ന് പറയുന്നത് സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരാളാണ്. സാൻഡേഴ്സ് അണ്ടർവെൻറ്റ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ് ഇൻ ഹിസ് ലൈഫ്. He underwent the depression which happened at that point of time in the economy of the world in the US. He could not actually bear several of the things that happened to him. He was brought up by a single mother. ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ചിക്കൻ റെസിപ്പി ഉണ്ടായിരുന്നു. അവസാനം ഇത് ഫ്രാഞ്ചൈസുകൾക്ക് വിറ്റ് അദ്ദേഹം 90-ാം വയസ്സിൽ മരിക്കുമ്പോൾ ഏകദേശം 6000 ഫ്രാഞ്ചൈസുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് 10000-ലോ ഏതാണ്ട് കൂടുതലായി ഇങ്ങനെ നിൽക്കുകയാണ്. So there was a man, he tried almost 1001 times before being successful. So God had a plan for him, but he tried and tried and tried despite failing, because he knew God's plan is bound to succeed. ദൈവം ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വരച്ച വര, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്കെപ്പോഴും നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. So we'll stop this class by going through what is going to happen in our lives. We must understand that God is with us. We must understand that God has plans for us. And we must understand that God wants us to progress no matter what. May God bless you all.
In the name of the Father, and of the Son, and of the Holy Spirit. Amen.